ഹലോ എവരി വൺ. ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. ഓക്കെ, ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ടീച്ചേഴ്സ് എന്ത് ചെയ്യും, കുട്ടികളുടെ അച്ചീവ്മെൻറ്റ്സും എബിലിറ്റീസും പ്രോഗ്രസ്സും എല്ലാം മെഷർ ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ നടത്താറുണ്ട്. എമംഗ് ദം രണ്ട് ടെസ്റ്റുകളാണ് ടീച്ചർ മെയ്ഡ് ടെസ്റ്റും സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റും. ഇത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടെസ്റ്റുകളാണ്. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഡിഫറെൻറ്റ് പേർപ്പസസും സെർവ് ചെയ്യാറുണ്ട്. ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് എന്ന വേർഡിൽ തന്നെയുണ്ട് പ്രിപ്പയർഡ് ബൈ ദ ടീച്ചർ. ടീച്ചർ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്, വിച്ച് ഈസ് എന്നുവെച്ചാൽ എല്ലാവരും ടീച്ചർ ആയിരിക്കും. പ്രിപ്പയർഡ് ബൈ ദ ക്ലാസ് റൂം ടീച്ചർ അക്കോർഡിംഗ് ടു ദ ഒബ്ജക്റ്റീവ്സ്, കോണ്ടന്റ് ആൻഡ് നീഡ്സ് ഓഫ് ദ സ്റ്റുഡൻസ്. നമ്മുടെ ക്ലാസ് റൂമിലുള്ള സ്റ്റുഡൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അവർക്ക് പഠിപ്പിച്ച കോണ്ടന്റുകൾ, ആ കുട്ടികളുടെ നീഡ് അതനുസരിച്ച് ക്ലാസ് റൂം ടീച്ചർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ടെസ്റ്റാണ് ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്ലാസ് റൂം ടീച്ചിങ്. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് സിമ്പിൾ. ഫ്ലെക്സിബിളും സിമ്പിളുമാണ്. അതായത് യൂഷ്വലി കണ്ടക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? യൂണിറ്റ് ടെസ്റ്റ്, ക്ലാസ് ടെസ്റ്റ്, അസൈൻമെൻറ്റ്സ്, അതുപോലെ തന്നെ മന്ത്ലി ടെസ്റ്റുകളൊക്കെ ആയിരിക്കും. ഇത് വളരെ ഫ്ലെക്സിബിളുമാണ്. കാരണം ടീച്ചേഴ്സിന് തന്നെ ക്വസ്റ്റ്യൻസ് മോഡിഫൈ ചെയ്യാൻ പറ്റും. കുട്ടികൾ താൻ പഠിപ്പിക്കുന്ന കുട്ടികളാണ് അല്ലേ, അപ്പോൾ തൻ്റെ കുട്ടികളാണ്, എന്താണ് ഡെയിലി പഠിപ്പിച്ചു പോകുന്ന കോണ്ടന്റ് ആണ്. അവരുടെ ലെവലും കാര്യങ്ങളും ഒക്കെ ഒരു ക്ലാസ് റൂമിലെ ടീച്ചർക്ക് അറിയാൻ പറ്റും. അവരുടെ ലെവൽ അനുസരിച്ച് ടീച്ചേഴ്സിന് ക്വസ്റ്റ്യൻസ് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഫ്ലെക്സിബിൾ ആൻഡ് സിമ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് യൂസ്ഡ് ഫോർ ഇന്റേണൽ അസസ്മെൻറ്റ്. അതായത് താൻ പഠിപ്പിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ താൻ പഠിപ്പിക്കുന്ന കോണ്ടന്റ് എത്രമാത്രം ആ കുട്ടിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ലെവൽ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നെല്ലാം ആ ഒരു ടീച്ചർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇന്റേണൽ അസസ്മെൻറ്റിനും ഇത് യൂസ്ഡ് ആണ്. ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ടീച്ചർ പ്രിപ്പയർ ചെയ്യുന്നതാണ്, വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ക്ലാസ് റൂം ടീച്ചിങ് ആണ്. അത് ഫ്ലെക്സിബിളും സിമ്പിളുമാണ്. അതുപോലെ തന്നെ ഇന്റേണൽ അസസ്മെൻറ്റിനും യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ നമുക്ക് യൂണിറ്റ് ടെസ്റ്റ് പറയാം, ക്ലാസ് ടെസ്റ്റ്, ഓറൽ ടെസ്റ്റ്, അസൈൻമെൻറ്റ്സ് ഒക്കെ പറയാം. ഫീച്ചേഴ്സ് ഓഫ് ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് ഈസി ടു പ്രിപ്പയർ ആണ്. കാരണം ടീച്ചർ തന്നെ താൻ പഠിപ്പിക്കുന്ന കോണ്ടന്റിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അവിടെ നമുക്ക് ടീച്ചർക്ക് ഈസി ആയിട്ട് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ലിമിറ്റഡ് സിലബസ് ആണ്. ഈസി ടു പ്രിപ്പയർ ആണ്. കാരണം ടീച്ചർ പഠിപ്പിക്കുന്ന കോണ്ടന്റ് തന്നെയാണ്. ലിമിറ്റഡ് സിലബസ്, അതായത് ടീച്ചർക്ക് ഒരു ലിമിറ്റഡ് സിലബസ് കാണും. ആ സിലബസിനുള്ളിലായിരിക്കും ടീച്ചർ പഠിപ്പിച്ച് തീർക്കുന്നത്. ആ സിലബസിനുള്ളിൽ തന്നെ ടീച്ചർക്ക് ക്വസ്റ്റ്യൻ ഇട്ടാൽ മതി. ലെസ് റിയലബിലിറ്റി ആൻഡ് നോ സ്റ്റാൻഡേർഡ് ഫോമാറ്റ്. ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റിൻ്റെ ആവശ്യമില്ല. ക്ലാസ് റൂം ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതും അതുമായിട്ട് ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ ഇടുന്നത്. വളരെ ഒരു സിമ്പിൾ മെത്തേഡാണ് വളരെ സിമ്പിൾ ടെസ്റ്റാണ് ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ പ്രിപ്പയർഡ് ബൈ എക്സ്പേർട്സ്. അവിടെ എക്സ്പേർട്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് വെറും ഒരു ക്ലാസ് റൂം ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അല്ല. ഇറ്റ് ഈസ് യൂസിങ് സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് എക്സ്പേർട്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഫോളോ ഫിക്സഡ് പ്രൊസീജിയേഴ്സ്. ഫിക്സഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഫിക്സഡ് ടൈമിങ്, റൂൾസും റെഗുലേഷൻസും എല്ലാം സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിൽ വരും. ആൻഡ് ഇറ്റ് ഈസ് സെയിം ഫോർ ഓൾ സ്റ്റുഡൻസ്. അതായത് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതും സ്കോർ ചെയ്യുന്നതും സെയിം വേയിലായിരിക്കും എല്ലാ സ്റ്റുഡൻസിനും. അല്ലാതെ നമുക്ക് ഇപ്പം ടീച്ചർ മെയ്ഡ് ടെസ്റ്റിനാണെങ്കിൽ ഫ്ലെക്സിബിൾ അല്ല. സ്റ്റുഡൻസിൻ്റെ ലെവൽസ് അനുസരിച്ച് ടീച്ചേഴ്സിന് ക്വസ്റ്റ്യൻസ് അവിടെ മോഡിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതും സ്കോർ ചെയ്യുന്നതും എല്ലാം ഒരുപോലെ ആയിരിക്കും സ്റ്റുഡൻസിന്.
And these standardized tests are carefully designed to ensure validity, reliability and objectivity. So ഇതെല്ലാ സ്റ്റുഡൻസിനും വളരെ സെയിം ആയിരിക്കും. ആൻഡ് നമുക്കിത് ലാർജ് സ്കെയിലിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. സോ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. ടീച്ചർ മെയ്ഡ് ടെസ്റ്റിനോട് അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ഹൈ റിയലബിലിറ്റി ആണ്, വാലിഡ് ആണ്, ഒബ്ജക്റ്റീവ് ആണ്. അതായത് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആൻഡ് സയൻറ്റിഫിക് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂണിഫോം ഇവാലുവേഷൻ ആയിരിക്കും. സോ കാരണം ഈ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് കമ്പയർ ചെയ്യാനാണ്. അത് നമ്മൾ ക്ലാസ്സിൽ മാത്രം സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് അല്ല, റീജിയണലി, നാഷണലി ഓർ ഇൻ്റർനാഷണൽ ലെവൽസ് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് IQ ടെസ്റ്റുകൾ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനേഷൻസ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഇതെല്ലാം സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ എന്താണ് ടീച്ചർ മെയ്ഡ് ടെസ്റ്റും സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് എപ്പോഴും ക്ലാസ് റൂം ടീച്ചേഴ്സ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എപ്പോഴും എക്സ്പേർട്സ്, അവരുടെ സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്ത് എക്സ്പേർട്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് സിമ്പിൾ ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. കാരണം യൂഷ്വലി ഒരു യൂണിറ്റ് ടെസ്റ്റോ ക്ലാസ് ടെസ്റ്റോ അസൈൻമെൻറ്റ്സോ മന്ത്ലി ടെസ്റ്റോ ആകാം. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് അവരുടെ സ്റ്റുഡൻസിൻ്റെ ലെവൽസ് അനുസരിച്ച് ക്വസ്റ്റ്യൻസ് മോഡിഫൈ ചെയ്യാം. സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ വാലിഡ് ആൻഡ് റിലയബിൾ ആയിരിക്കും. കാരണം സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എപ്പോഴും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടു എൻഷുർ വാലിഡിറ്റി, റിലയബിലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. സോ ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി പ്രിപ്പയർ ചെയ്യുന്നത് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ഇൻറ്റേർണൽ അസസ്മെൻറ്റ്. സോ ഇൻറ്റേർണൽ അസസ്മെൻറ്റിന് വേണ്ടിയാണ് നമ്മൾ ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. സോ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വൈഡ് സ്പ്രെഡ് യൂസേജ് ആണ്. അതായത് നമ്മളത് അവിടെ നോക്കുന്നത് പെർഫോമൻസ് ഓഫ് ദ സ്റ്റുഡൻസ് അറ്റ് റീജിയണൽ, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽസ്. അല്ലാതെ ക്ലാസ് റൂം കുട്ടികളുടെ അവരുടെ ലെവൽസിൽ മാത്രമല്ല, നമ്മൾ ഇൻ്റർനാഷണൽ ലെവൽസിൽ കുട്ടികളുടെ പെർഫോമൻസ് കമ്പയർ ചെയ്യുകയാണ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകൾ ചെയ്യുന്നത്. ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പം ക്ലാസ് റൂം ടീച്ചിങ്ങിലോട്ട് ലിമിറ്റഡ് മാത്രമാണ്. സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവാലുവേഷൻ മെത്തേഡ് യൂണിഫോം ആണ്. അവിടെ കമ്പയർ ചെയ്യുന്നത് ദ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എൻറ്റയർ എന്നുള്ള രീതിയിലാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഏതൊരു മെത്തേഡ് എടുത്താലും അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും കാണും. സോ ഇവിടെ അഡ്വാൻറ്റേജസ് എന്ന് പറയാനാണെങ്കിൽ ടീച്ചർ മെയ്ഡ് ടെസ്റ്റിൽ ഫ്ലെക്സിബിൾ ആണ്. സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പം റിലയബിൾ ആണ്. ലിമിറ്റേഷൻസിൽ വരികയാണെങ്കിൽ ടീച്ചർ മെയ്ഡ് ടെസ്റ്റിൽ ബയാസ് പോസിബിൾ. കാരണം അവിടെ കുട്ടികളുടെ ലെവലിനനുസരിച്ച് ക്വസ്റ്റ്യൻ മാറ്റുമ്പോൾ അവിടെ ഒരു യൂണിഫോമിറ്റി ഒന്നുമില്ല. സോ നമുക്ക് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് എൻറ്റയർ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ അവിടെ പറ്റില്ല. സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിൻ്റെ ലിമിറ്റേഷനിലോട്ട് വരുമ്പം ലെസ് ഫ്ലെക്സിബിലിറ്റി ആണ് ഉള്ളത്. സോ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും സോ ഏതൊരു മെത്തേഡിൽ എടുത്താലും അതുണ്ടാവും. ഓക്കെ, സോ ടീച്ചർ മെയ്ഡ് ടെസ്റ്റും സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റും ഡിഫറെൻറ്റ് പർപ്പസ് ആണ് സെർവ് ചെയ്യുന്നത്. പക്ഷെ രണ്ട് ടെസ്റ്റുകളും സ്റ്റുഡൻസിന് ബെനിഫിഷ്യൽ തന്നെയാണ്. ഒരു ക്ലാസ് റൂം ടീച്ചിങ്ങിലോട്ട് ഒരു ടീച്ചർ വരുമ്പോൾ മെയിൻലി സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റില്ല. അതവിടെ ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. കാരണം അവിടെ നിന്നാണ് കുട്ടികൾ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിൻ്റെ ലെവലിലോട്ട് വരുന്നത്. സോ നമുക്ക് ടീച്ചർ മെയ്ഡ് ടെസ്റ്റും ഒരിക്കലും ഒരു ലിമിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പർപ്പസസ് ഉണ്ട്. സോ ബോത്ത് ആർ വാല്യുബിൾ ടൂൾസ് ഇൻ എഡ്യൂക്കേഷൻ. ഇവിടെ ഞാൻ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും പറഞ്ഞു എന്ന് വിചാരിച്ച്
ഒന്ന് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് അവിടെ ലെസ് ആണോ, ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് അവിടെ കൂടുതലാണോ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് കൂടുതലാണോ, ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് കുറവാണെന്നോ അല്ല. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഡിഫറെൻറ്റ് പർപ്പസസ് ഉണ്ട്. രണ്ടും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ വളരെയധികം വാല്യുബിൾ ടൂൾ തന്നെയാണ്. നോയിങ് ദ ഡിഫറെൻറ്റ് ഹെൽപ്സ് ഇൻ അപ്ലൈയിങ് ദം ഇഫക്റ്റീവ്ലി. അതായത് അതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളും ഇപ്പോൾ ഓരോ സ്ലൈഡിലും അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞു. ഇവിടെ ടീച്ചർ പ്രിപ്പയർ ചെയ്യുന്നു, അവിടെ എക്സ്പേർട്സ് പ്രിപ്പയർ ചെയ്യുന്നു, ഇവിടെ ഫ്ലെക്സിബിൾ ആണ്, അവിടെ വാലിഡും റിലയബിളുമാണ്. സോ ഇതിൻ്റെ ഓരോ ഡിഫറൻസും അറിയുന്നതിലൂടെ ഏതൊക്കെ സിറ്റുവേഷൻസിൽ നമുക്ക് ഏതൊക്കെ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം എന്നൊരു ഐഡിയ നമുക്ക് കിട്ടും. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ടീച്ചർ മെയ്ഡ് ടെസ്റ്റും സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ടീച്ചർ പ്രിപ്പയർ ചെയ്യുന്നതാണ്, സിമ്പിൾ ആൻഡ് ഫ്ലെക്സിബിൾ ആണ്, ഇൻറ്റേർണൽ അസസ്മെൻറ്റിന് യൂസ് ചെയ്യുന്നു, ക്ലാസ് റൂം ടീച്ചിങ്ങിലോട്ട് ലിമിറ്റഡ് ആയി പോകുന്നു. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പേർട്സ് ആണ് ഡിസൈൻ ചെയ്യുന്നത്, വാലിഡ് ആൻഡ് റിലയബിൾ ആണ്, നമുക്ക് വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂസേജ് കൊണ്ടുവരാൻ പറ്റും. കാരണം നമുക്ക് കുട്ടികളുടെ പെർഫോമൻസ് എൻറ്റയർലി ഇൻ്റർനാഷണൽ ലെവൽസിൽ വരെ കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യൂണിഫോം ഇവാലുവേഷൻ മെത്തേഡാണ്. സോ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പർപ്പസുകളുണ്ട്. സോ രണ്ടിനെയും ഡിഫറൻസ് അറിയുന്നതിലൂടെ നമുക്ക് ഏതൊക്കെ സിറ്റുവേഷനിൽ ഏത് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആകുന്നത് എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. ആൻഡ് താങ്ക് യു.